ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുർത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വന്നിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ 3 മീറ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ യോക്ക് പാർട്ടിൽ വയ്ക്കാനായിട്ട് ഒരു 1/2 മീറ്റർ ക്ലോത്തും അടിച്ചിട്ടുണ്ട്. അത് വർക്ക് വരുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഇവിടെ 5XL ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് 5XL ആണ് അവർക്ക് വേണ്ട. അപ്പം നമ്മൾ 5XL അനുസരിച്ചാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഇവിടെ കൈക്കുഴിയൊക്കെ വരച്ചു കൊടുത്തിട്ട്, ഷോൾഡർ വരച്ചു കൊടുത്ത്, അതിനുശേഷം കൈക്കുഴി വരച്ചു കൊടുത്ത്, എന്നിട്ട് ബ്രസ്റ്റ് അളവ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 12.5 ഇവിടെ ബ്രസ്റ്റ് അളവ് എടുത്തിരിക്കുന്നത്. 12, 13, 5XL ആണ് വേണ്ട അതുകൊണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ജോർജറ്റിൻ്റെ മെറ്റീരിയലായിട്ട് ഒഴുകി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിവിടെ എല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഫ്രണ്ട് പാർട്ട് ഇവിടെ നമുക്കിതുപോലൊന്ന് എടുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്ക് പാർട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നുണ്ട്, അതിനുള്ളത് നമ്മൾ ഫ്രണ്ടിൽ എടുക്കണം. ഞാനിവിടെ 6 എടുത്തിരിക്കുന്നത് പ്ലീറ്റിന് വേണ്ടിയിട്ട്. 6 എടുത്തിട്ട് താഴെ വരെ നമ്മൾ 6 എടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നിടത്താണ് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ബാക്ക് പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാലൻസ് വരുന്നിടത്താണ് നമ്മൾ ബാക്ക് പീസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒട്ടും മെറ്റീരിയൽ ബാലൻസ് വരുന്നില്ല ഫ്രണ്ട് പാർട്ട്. എന്ന് വെച്ചാൽ ഇത് 5XL ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒട്ടും വരാത്തത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഷേപ്പൊക്കെ നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് പോകും. ഇത് 5XL ആയിട്ട് അതുകൊണ്ട് നമുക്ക് ഫുൾ മെറ്റീരിയൽ വേണം. കൈക്കൂടി നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒരു ചെറുതായിട്ട് നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമുക്ക് യോക്ക് പാർട്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ 12 ലെങ്ത് എടുത്തിരിക്കുന്നത്. 12 ലെങ്തിൽ ഇത് വേണ്ട, ഇവിടെ നമുക്ക് 12 അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് 6 അടയാളപ്പെടുത്തി കൊടുക്കാം ആ 12ൻ്റെ അടുക്ക്. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്നും, എന്നിട്ട് ഇവിടോട്ട് നമുക്ക് ഷോൾഡർ ഒക്കെ കറക്റ്റ് എത്രയാണോ നമുക്ക് ഇവിടെയാണ് നമ്മൾ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തത് നെക്കാണ് 3 അടയാളപ്പെടുത്തി കൊടുത്തത്. അതിൻ്റെ പിന്നെ ബാലൻസ് വരുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്നുകൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ 12ലേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളച്ച് വരച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഇങ്ങനെ പകുതിക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് ഫുള്ളായിട്ട് കാണണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ യോക്ക് പാർട്ടായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വാങ്ങിയേക്കുന്ന ഇതാണ്. ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അത് ഇതുപോലെ നമുക്കൊന്ന് 2ആയിട്ട് മടക്കിയിടുക. 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ ആ കട്ട് ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് മാറ്റിയ മെറ്റീരിയലിൽ ആ 6 ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ട് ബാലൻസ് വരുന്നത് വേണം നമുക്കിവിടെ കട്ട് ചെയ്യാൻ. അതിനെ കാട്ടി ഒരു 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ 6 ഇഞ്ച് പുറത്തേക്കാണ് വിട്ടേക്കുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഇതാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഷേപ്പ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിക്കുകയൊക്കെ ചെയ്യണം. അപ്പം ഇനി നമുക്ക് സ്ലീവിലും ഒരു പടി പോലെ തന്നെ ഈ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കി ഇതുപോലെ എടുത്തിട്ട് നമുക്കത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവിനുള്ളതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ
നമ്മളതും കട്ട് ചെയ്തു. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിതുപോലെ വടി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്, പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി ലൈനിങ് കട്ട് ചെയ്യണം. ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന ഇവിടെ കാണിച്ചില്ല. സ്ലീവ് നമ്മൾ നോർമൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ്ങും അതുപോലെ തന്നെ എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. നമ്മൾ എല്ലാ പീസും അതുപോലെ തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അടിച്ചു മറിക്കാനുള്ള യോഗ് പാർട്ടിൽ വെക്കാനുള്ള മെറ്റീരിയലിലും ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ അരികത്ത് കൂടി ഒന്ന് അടിച്ച് മറിച്ചെടുക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നെക്കും താഴ്ഭാഗവും അടിച്ചിട്ട് അത് മറിച്ചെടുക്കണം. താഴ്ഭാഗം നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലൊന്ന് കൊത്തിട്ട് കൊടുക്കാം. മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തിട്ട് കൊടുക്കുന്നത്. റൗണ്ടായിട്ടൊക്കെയാണല്ലോ നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കും ഒന്ന് അടിച്ചെടുക്കണം. നെക്കും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്കും ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മളത് മറിച്ചെടുത്തുള്ളൂ. നെക്കും കൂടി അടിച്ചതിന് ശേഷം അതും കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയിക്കോളും. ഒട്ടും പുറത്തേക്ക് വരില്ല. സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം. ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമുക്കിതുപോലെ മറിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ. എന്നിട്ട് നെക്കിൻ്റെ അരികെ കൂടി ഒന്ന് അടിച്ചെടുക്കുക. താഴ്ഭാഗം ഒന്ന് അരികെ കൂടി ഒന്ന് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നെക്കിൻ്റെ അരികെ കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നെക്കിൻ്റെ അരികിൽ കൂടി നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂടി ഒന്ന് അടിച്ചെടുക്കണം. അതായത് സൈഡിൽ നിന്ന് അടിച്ച് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് അടുത്ത സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കവിടെ ഫ്രില്ലിട്ട് എടുക്കാനുള്ളതാണ്. താഴത്തെ പീസുമായിട്ട് വെച്ച് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, അതിൽ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മളത് ലൈനിങ്ങും നല്ല പീസും കൂടി വെച്ചിട്ട് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്കുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മെഷീൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട്
നമുക്കത് ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ്, ഫുള്ളില്ല, യോക്ക് പാർട്ട് കുറച്ചിങ്ങോട്ട് എത്തുന്നിടം വരെ നമുക്ക് ചെറിയ ഫ്രിൽസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ പീസും മുകളിലത്തെ പീസും കൂടെ കറക്റ്റായിട്ട് ഷോൾഡർ ഭാഗം എത്തുന്നിടം വരെ വേണം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ രണ്ട് സൈഡും നമുക്കത് ചെയ്തെടുക്കാം. ഇത് 5XL ആയിട്ടും നമുക്ക് കുറച്ച് ഫ്രിൽസേ കിട്ടത്തുള്ളൂ. നമുക്ക് എക്സലോ മീഡിയം ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രിൽസുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അന്നേരം നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ഫ്രിൽസോട് കൂടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് എവിടം വരെയാണോ ഷോൾഡറുമായിട്ട് രണ്ട് പീസും ഒരുമിച്ച് എത്തുന്നത് അവിടെ വരെ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട്. എന്നിട്ട് മറു സൈഡും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നമ്മളിവിടെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഷോൾഡർ എവിടെയാണ് എത്തുന്നത് കറക്റ്റായിട്ട് രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് അതുവരെ നമ്മൾ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നോർമലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കൊണ്ടുവന്ന് ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് നിർത്താം. ഇതുപോലെ ഷോൾഡർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസുകൾ വരും. അപ്പം ഇതാണ് ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് ബാക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡറുമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിന് മുമ്പായിട്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ് ഇതൊന്ന് അടിച്ചു മറിച്ചെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ അരികൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് പീസും നമുക്കിതുപോലെ ചെറുതായിട്ട് മടക്കി എടുക്കാം. അതിന് ശേഷം പിന്നെ സ്ലീവിൻ്റെ ഉൾഭാഗത്ത് ഇത് വെച്ചിട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്ലീവ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടത് നമുക്ക് മറിച്ചെടുക്കണം. ഒരു സ്ലീവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത സ്ലീവിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് പുറത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻ്റെ ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് പിന്നെ നമുക്ക് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഷോൾഡർ അടിക്കണം. ആദ്യം നമുക്ക് ബാക്ക് പീസ് നെക്ക് ലൈനിങ്ങും നല്ല പീസും കൂടെ വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കാം.
ബാക്ക് പീസ് നെക്കെല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വയ്ക്കുക. അതിൽ നല്ല പീസ് നല്ല വശം മാത്രം എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഷോൾഡർ അടിക്കുക. അപ്പം ഷോൾഡർ ഉള്ളിലേക്ക് പൊക്കോളും, ഒട്ടും പുറത്തേക്ക് കാണത്തില്ല. ആ രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഷോൾഡർ അടിച്ചു, അടുത്ത ഷോൾഡർ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുക. ഇതുപോലെ വെക്കുക. എന്നിട്ട് പിന്നെ ലൈനിങ് അതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതുപോലെ വെച്ച് ഷോൾഡറിന് 2 സ്റ്റിച്ചിങ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ സെൻറ്ററിലത്തെ ആ സ്റ്റിച്ചിങ്ങൊക്കെ ഇതുപോലെ ഒന്ന് വിടുത്തി കൊടുത്താൽ ഇങ്ങനെ മറിച്ചെടുത്താൽ ഇത് കണ്ടോ, മറിച്ചെടുത്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും, ഒട്ടും പുറത്തേക്ക് വരില്ല. ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയി. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഈ ഷോൾഡറിലെല്ലാം നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയി. ഇനി നമുക്ക് ഷോൾഡർ ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്ലീവ് സാധാരണ നമ്മൾ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ പീസും വെച്ച് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും നല്ല പീസും സ്ലീവും എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്ലീവിൻ്റെ താഴെ നിന്ന് നമുക്കിതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ടോപ്പിൻ്റെ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ സ്ലീവ് കൊണ്ടുവന്നിട്ട് കൈക്കുഴിയുടെ അവിടത്തെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഷേപ്പിൻ്റെ അവിടെ കഴിയുമ്പോഴത്തേക്കും നല്ല പീസും ലൈനിങ്ങും സെപ്പറേറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഷേപ്പിൻ്റെ താഴ്ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നല്ല പീസ് മാത്രം വെച്ചിട്ട് ബാലൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് മാറ്റി കൊടുക്കുക. ലൈനിങ് മാറ്റി കൊടുത്തിട്ട് നല്ല പീസ് മാത്രം വെച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ലൈനിങ് മാറ്റി കൊടുക്കുക, താഴത്തെ ലൈനിങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ല പീസ് മാത്രം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ലൈനിങ് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ കുർത്തയ്ക്കൊക്കെ പിന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ അതിനുശേഷം നമുക്ക് ലൈനിങ്ങും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ 6 സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.